ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇതാ നമ്മുടെ രശ്മിനും ഗബ്രിയും ജാസ്മിനും കൂടി ഇരുന്ന് ചർച്ച ചെയ്യുകയാണ്. വിഷയം എന്താണെന്ന് വെച്ചാൽ ഗബ്രി ജാസ്മിൻ വിഷയം തന്നെ. ഗബ്രിക്ക് ജാസ്മിനോട് പ്രണയമുണ്ടോ ഇല്ലയോ, അതാണ് ജാസ്മിനും രശ്മിനും ഇവിടെ അറിയേണ്ടത് കേട്ടോ. എനിക്കിപ്പോഴും അറിയില്ല, സത്യത്തിൽ എനിക്ക് അറിയില്ല എന്നാണ്. ഗബ്രിക്ക് എന്നോട് പ്രണയമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവൻ്റെ പെരുമാറ്റമൊക്കെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും, പ്രേക്ഷകർക്കും അങ്ങനെ തോന്നും. ഇവനൊന്ന് തുറന്നു പറഞ്ഞാലല്ലേ എല്ലാവർക്കും ക്ലിയർ ആവുള്ളൂ. അല്ലാണ്ട് പുറത്ത് എല്ലാവർക്കും എന്താ ഫ്രണ്ട്സ് ആണെന്ന് പറയുകയും ചെയ്യും, പക്ഷേ ലവേഴ്സിനെ പോലെ പെരുമാറുകയും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും അത് കൺഫ്യൂഷൻ ഉണ്ടാക്കില്ലേ രശ്മിൻ? ഇവനൊന്ന് തുറന്ന് പറഞ്ഞാൽ എന്താ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എന്താ പറയേണ്ടതെന്നറിയില്ല. ഡ്രാമയാണോ സത്യസന്ധമായാണോ ജാസ്മിൻ എന്തൊക്കെയോ ഇരുന്ന് പറയുന്നുണ്ട്. പറഞ്ഞ് അവസാനം ഗബ്രി തുറന്നു പറയുകയാണ് ആ സത്യം. അത് കേട്ട് കിളി പോയി അവസാനം ജാസ്മിൻ അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ്. ഗബ്രി പറയുന്നത് എങ്ങനെയാണ്, എനിക്ക് ഇവളോട് സ്നേഹമാണ്, വളരെ സ്നേഹമുണ്ട്, പക്ഷേ അതൊരു റിലേഷൻഷിപ്പിലേക്ക് പോകാനോ, അതായത് പ്രണയത്തിലേക്ക് പോകാനോ അതുപോലെ കല്യാണം കഴിക്കാനോ എന്നെക്കൊണ്ട് പറ്റില്ല, എന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇത് ഗബ്രിനെ കൊണ്ട് തുറന്നു പറയിപ്പിക്കാൻ ഗബ്രി എന്താണ് ശരിക്കും മനസ്സിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്? നീ ഒന്നും പേടിക്കേണ്ട, ആര് കൈവിട്ടാലും ഞാൻ നിന്നെ കൈവിടില്ലെന്നൊക്കെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കേട്ടിട്ടുള്ളതാണ്. എൻ്റെ അപ്പം വന്ന് ബിഗ് ബോസിൽ എൻ്റെ അപ്പം വന്ന് പറഞ്ഞാലും ഞാൻ ജാസ്മിനെ കൈവിടില്ല എന്ന് ഗബ്രി പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പൊ പറയുന്നു എനിക്ക് ജാസ്മിനോട് പ്രണയിക്കാനും താല്പര്യമില്ല, വിവാഹം കഴിക്കാനും എന്നെ കൊണ്ട് പറ്റില്ല, അത് നടക്കില്ല എന്ന് തീർത്ത് പറഞ്ഞിരിക്കുകയാണ്. ശരിക്കും ജാസ്മിൻ പ്രതീക്ഷിച്ച മറുപടി ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ. ജാസ്മിൻ ശരിക്കും തകർന്നു പോയെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇവിടുന്ന് പുറത്തിറങ്ങിയാലും ഇതേ ഒരു ഗബ്രി, ഇതുപോലെ തന്നെ ഗബ്രി നിൽക്കുമെന്നൊക്കെ ആയിരിക്കും ജാസ്മിൻ വിചാരിച്ചു വെച്ചിരുന്നത്. അപ്പൊ എനിക്ക് കിട്ടാനുള്ളത് കിട്ടി. എനിക്ക് എന്താണോ ഞാൻ വിചാരിച്ചത്, എനിക്കൊരു മറുപടി വേണമായിരുന്നു, അതെനിക്ക് കിട്ടി രശ്മിൻ. എനിക്കിപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് ദേഷ്യമൊക്കെ കാണിച്ചിട്ടാണ് അവിടെ നിന്ന് എണീറ്റ് പോകുന്നത്. സത്യം പറഞ്ഞാൽ ഇത് ഗബ്രി ജാസ്മിനെ തേച്ചതാണോ, ജാസ്മിൻ ഗബ്രിയാണോ ഇത്ര നാളും കളിച്ച് എന്താ പറയാ ഇതാക്കിക്കൊണ്ട് നടന്നത് എന്നൊന്നും മനസ്സിലാവുന്നില്ല. സത്യം പറഞ്ഞാൽ കാണുന്ന പ്രേക്ഷകർ മണ്ടന്മാരാണ് എന്ന് തോന്നിപ്പോകുന്ന അവസ്ഥയിലേക്കാണ് ഇവർ കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും ജാസ്മിൻ അറിയേണ്ടത് ജാസ്മിൻ അറിഞ്ഞു കഴിഞ്ഞു. ഗബ്രിയുടെ മനസ്സിലിരിപ്പ് ജാസ്മിന് മനസ്സിലായിട്ടുണ്ട് ഇതിനോടകം. നമുക്ക് കാത്തിരുന്ന് കാണാം ഇനി ഈ കളി എവിടെ ചെന്ന് അവസാനിക്കുമെന്ന്.